നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സന്ദീപിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തി വീശി. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. പോലീസ് തടഞ്ഞു, ആക്രമിച്ചത് കണ്ടില്ലെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടു നടക്കുന്നുവെന്ന VD സതീശൻ. ഗവർണർ എത്താനിരിക്കെ കാലിക്കറ്റ് സർവകലാശാലയിൽ SFI പ്രതിഷേധം. സർവകലാശാല കവാടം ഉപരോധിച്ച് പ്രവർത്തകർ. SFIയെ വെല്ലുവിളിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വാഹനം തടഞ്ഞാൽ പുറത്തിറങ്ങുമെന്ന് വെല്ലുവിളി. ഗവർണർ അല്പസമയത്തിനകം സർവകലാശാലയിലെത്തും. പാർലമെന്റ് അതിക്രമ കേസ്. പ്രതികൾ സ്വയം തീകൊളുത്താനും ശ്രമിച്ചെന്ന് പോലീസ്. പൊള്ളലേൽക്കാതിരിക്കാനുള്ള ക്രീം ലഭിക്കാത്തതിനാൽ പദ്ധതി ഉപേക്ഷിച്ചെന്നും മൊഴി. പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി. അതിക്രമത്തിന് കാരണം മോദി സർക്കാരിന്റെ നയങ്ങളെന്ന് രാഹുൽ ഗാന്ധി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ EDയുടെ നിർണായക നീക്കം. ബാങ്ക് മുൻ സെക്രട്ടറിയെയും മുൻ മാനേജറെയും മാപ്പുസാക്ഷികളാക്കി. സ്വമേധയാ മാപ്പുസാക്ഷികളാകുന്നുവെന്ന പ്രതികൾ കോടതിയിൽ. ബാങ്ക് ക്രമക്കേടിനെ പറ്റി രണ്ടുപേർക്കും നിർണായക വിവരങ്ങൾ നൽകാനുണ്ടെന്ന് ED. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്ര വിജയം സ്വന്തമാക്കി ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് 347 റൺസിന്. ദീപ്തി ശർമ്മയ്ക്ക് 9 വിക്കറ്റ്.